السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا മുഹമ്മദ്. മക്കളെ വളർത്തുമ്പോൾ രക്ഷിതാക്കൾ ധാരാളം വിഷയങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. മക്കളെ ദീനീയായ ചുറ്റുവട്ടത്തിൽ വളർത്തുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും നിർബന്ധ ബാധ്യതയാണ്. മക്കൾക്ക് ആദ്യമായി അള്ളാഹുവിനെയും ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പരിചയപ്പെടുത്തി കൊടുക്കണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച നാട്, അവിടുന്ന് വളർന്ന നാട്, അവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ മദീനയെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ഇതെല്ലാം ഓരോ രക്ഷിതാവും മക്കൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അവരുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളാകുന്ന ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, ഇതെല്ലാം മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതോടൊപ്പം അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് ദീനീയായ വിഷയങ്ങൾ അവർക്ക് അല്പാൽപമായി പറഞ്ഞ് മനസ്സിലാക്കി അതെല്ലാം അവരുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി അവരെ നിർദ്ദേശിക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും നിർബന്ധ ബാധ്യതയാണ്. ഈ രൂപത്തിൽ വളർത്തിയെങ്കിൽ മാത്രമേ നമ്മളെ മക്കൾ നമുക്ക് ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുകയുള്ളൂ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുറു ഔലാദുക്കും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഇ സിനീൻ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അവർക്ക് 7 വയസ്സ് മുതൽ നിസ്കരിക്കാൻ വേണ്ടി നിർബന്ധിച്ച് അവർ കൽപ്പിക്കണം. നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം എന്ന് പറയുമ്പോൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നിസ്കരിക്കണമെങ്കിൽ ഉളൂ വേണം, ശുദ്ധി വേണം. അപ്പോൾ ആ ശുദ്ധിയെക്കുറിച്ച്, ഉളൂവിനെക്കുറിച്ച്, അതിൻ്റെ ഷർത്തും ഫർളുകളൊക്കെ നാം പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഔറത്ത് മറക്കുന്നതിനെ സംബന്ധിച്ച്, ഖിബലയെ സംബന്ധിച്ച്, ഇങ്ങനെ തുടങ്ങി നിസ്കാരവുമായി എന്തൊക്കെ നിസ്കാരത്തിന് വേണമോ അതെല്ലാം അവരെ പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷേ നമുക്കത് കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞു വിടുന്നത്. അപ്പോൾ മദ്രസയിലേക്ക് കൃത്യമായ ഒരു സ്ഥാപന മുന്നിലേക്ക് കൃത്യസമയത്ത് മക്കളെ എത്തിക്കുക എന്നുള്ളതും ഓരോ രക്ഷിതാവിൻ്റെ മേലും നിർബന്ധ ബാധ്യതയാണ്. നമുക്കറിയാത്ത കാര്യങ്ങളാണ് നമ്മൾ ഉസ്താദുമാരെ ഏൽപ്പിച്ചവരെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിന് നമ്മുടെ മക്കൾ ഉസ്താദുമാരുടെ മുന്നിലെത്തിയില്ല എങ്കിൽ അതിന് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും മക്കൾ കൃത്യമായി മദ്രസയിൽ പോകുന്നുണ്ടോ എന്നും, പോകുന്ന കാര്യത്തിൽ മക്കൾ പഠനത്തിൻ്റെ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ എന്നെല്ലാം ഉസ്താദുമാരുമായി അന്വേഷിച്ചും സംസാരിച്ചും അതെല്ലാം കൃത്യമായി നാം നിർവഹിക്കണം. എങ്കിൽ മാത്രമാണ് ഒരു രക്ഷിതാവ് അവൻ്റെ കടമ നിറവേറ്റിയവനാകുന്നുള്ളൂ. നബി പഠിപ്പിച്ചത് അങ്ങനെയാണല്ലോ. 7 വയസ്സായി കഴിഞ്ഞാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ഈ വളുരിബൂഹും അലൈഹ, നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവൻ അനുസരിക്കുന്നില്ല, അനുസരണക്കേട് കാണിക്കുന്നു എങ്കിൽ നിർബന്ധിച്ച് അത് അടിക്കേണ്ടി വന്നാൽ അടിച്ചുകൊണ്ട് അവൻ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. ബഹും അബ്നാഉ അശർ, 10 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ മടി കാണിക്കുന്നു എങ്കിൽ നിർബന്ധിച്ച് അടിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെയെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി അവനെ നിർബന്ധിക്കണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഹദീസുകളെല്ലാം നമ്മോട് വ്യക്തമായും പറയുന്നത് ഇസ്ലാമിൻ്റെ എല്ലാ അടിസ്ഥാനപരമായ വിഷയങ്ങളടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ മക്കൾ നിർബന്ധമായും ഓരോ രക്ഷിതാവും അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് അവരുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. അത് നിറവേറ്റുന്നവനാണ് യഥാർത്ഥ രക്ഷിതാവ്. ഇനി അവിടുന്ന് പറഞ്ഞു, ഫർരിഖു ബൈനഹും ഫിൽ മളാജിഅ, അവർക്ക് 10 വയസ്സായി കഴിഞ്ഞാൽ കുട്ടികൾ വളർന്നതിനനുസരിച്ച് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒറ്റ വിരിപ്പിൽ ഒരു കട്ടിൽ കടത്തുക എന്നുള്ളത് പാടില്ല. അവരെ മാറ്റിക്കിടത്തണം. അങ്ങനെ ഒറ്റ കട്ടിൽ കടത്തിയാൽ അവർ വഴിവയച്ചു പോകാൻ അത് വളരെയധികം സാധ്യതയുള്ളത് കൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ അതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മക്കൾ ഒരിക്കലും നമുക്ക് ആഖിറത്തിൽ നമുക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. മറിച്ച് റബ്ബിൻ്റെ മുമ്പിൽ പോയാലും എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ എൻ്റെ ഇസ്ലാമിക കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും ആ കാര്യത്തിൽ കണിശത പാലിക്കുകയും ചെയ്തതുകൊണ്ടാണ് അള്ളാഹുവെ ഞാൻ നിനക്ക് നിസ്കരിക്കുന്ന ആളായി മാറിയത് എന്നുള്ള രൂപത്തിൽ നമുക്ക് അനുകൂലമായ രൂപത്തിൽ സാക്ഷി പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും മക്കളെയും ഒക്കെ ദീനീ ചുറ്റുവട്ടത്തിൽ ജീവിച്ച് റബ്ബിൻ്റെ പൊരുത്തം സമ്പാദിക്കുന്നവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.